നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ആ കുട്ടിയെ കാണുമ്പോഴേ എന്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹമാണ്. പ്രിയങ്ക മോളെ പോലെ നല്ലൊരു സ്ഥലത്തേക്ക് തന്നെ ആ കുട്ടിയുടെ വിവാഹം നടക്കണമെന്ന്. പേടിക്കണ്ട, ഇനിയിപ്പൊ ആ കുട്ടിയുടെ കല്യാണം എന്ന് പറഞ്ഞാ നമ്മുടെയും കൂടി ഉത്തരവാദിത്വമല്ലേ. നമുക്ക് നന്നായിട്ട് നടത്താൻ മോളെ. നീ ആൽബം എന്താ നോക്കാത്ത? കാരണം നിനക്ക് അറിഞ്ഞൂടെ? എടാ, എന്റെ ജീവിതത്തിൽ നടന്ന ഏറ്റവും വലിയ ദുരന്തം അത് ഞാൻ വീണ്ടും വീണ്ടും കാണുന്നത് എന്തിനാ? അതെ, മുത്തശ്ശിക്ക് നല്ല വിഷമമുണ്ട്. അല്ലെങ്കിൽ ഏത് നേരവും മുത്തശ്ശിയുടെ അടുത്തായിരുന്നില്ലേ? മുത്തശ്ശി എന്തു പറഞ്ഞാലും അത് നല്ല രീതിയിൽ എടുക്കുമായിരുന്നില്ലേ? അത് ശരിയാ. പക്ഷേ ഇപ്പൊ നിങ്ങൾ എല്ലാവരും പറയുന്നത് നല്ല രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ ഞാൻ നഷ്ടപ്പെടുത്തുന്നത് എന്റെ ജീവിതമായിരിക്കും. എനിക്ക് ഈ പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലാവില്ല, ആർക്കും ഒന്നും മനസ്സിലാവില്ല. കാരണം എന്താണെന്നറിയോ? നിങ്ങൾക്ക് ആർക്കും ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ അത്രയ്ക്ക് ഭംഗിയായിട്ട് നിങ്ങളുടെയൊക്കെ മുമ്പിൽ അഭിനയിക്കുന്നുണ്ടല്ലോ. ഒട്ടും മനസ്സിലാകാത്ത കാര്യത്തിന് ഞാൻ തലപുകച്ചിട്ടെന്താ? ഒരു കാര്യം ചെയ്യാം, മുത്തശ്ശിയെ വിഷമിപ്പിക്കാതിരിക്കാനെങ്കിലും കുറച്ചു നേരം മുത്തശ്ശിയുടെ അടുത്ത് വന്നിരിക്കേ, കുറച്ച് സംസാരിക്കേ. വേണ്ടടാ. വരുൺ എപ്പോഴും പറയാറില്ലേ ഏറ്റവും നല്ല ചങ്ങാതി മുത്തശ്ശിയാണെന്ന്. വരുൺ ഇങ്ങനെ മാറി നിൽക്കുമ്പോൾ മുത്തശ്ശിക്ക് അത് സഹിക്കാൻ പറ്റുമോ? ഞാൻ എന്ത് തെറ്റാടാ അവനോട് ചെയ്തതെന്നൊക്കെ എന്നോട് മുത്തശ്ശി ചോദിച്ചു. മുത്തശ്ശിയെ കൊണ്ട് അങ്ങനെ ചോദിപ്പിക്കാൻ പാടുണ്ടോ? ഇന്നലെ രാത്രി മുത്തശ്ശി തനിച്ചിരിക്കുന്നതും കണ്ണു തുടയ്ക്കുന്നതുമൊക്കെ ഞാൻ കണ്ടു. പിന്നെ എന്തോ സങ്കടം ഉള്ളിൽ തട്ടിയിട്ടുണ്ട്. ഞാൻ പറയുന്നതൊന്ന് കേക്ക്. ഇഷ്ടമില്ലെങ്കിലും മുത്തശ്ശിയെ ബോധിപ്പിക്കാനെങ്കിലും നീ വന്ന ആ ആൽബം ഒന്ന് കാണ്. ശരി, വാ. മുത്തശ്ശി, ആൽബം നോക്കാൻ മണവാള എഴുന്നള്ളുന്നുണ്ടേ. വാ വാ. വിദേശത്തുള്ള ഏതോ ഒരു കൂട്ടുകാരന്റെ പ്രശ്നത്തില് നല്ല ടെൻഷനിലായിരുന്നു. ഞാൻ പിടിച്ച പിടിയാലെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. നീ എന്തിനാ അങ്ങനെ ചെയ്തേ? താല്പര്യമുള്ളവരാണെങ്കിൽ വന്ന് കാണട്ടെ. നമ്മൾ എന്തിനാ മറ്റുള്ളവരെ നിർബന്ധിക്കുന്നേ? വേണമെങ്കിലേ മുത്തശ്ശി, അവനെ വലിയൊരു കൺഫ്യൂഷനിലായിരുന്നു. അതൊന്ന് തീർത്തു കൊടുക്കാതെ എനിക്ക് ഒരു സമാധാനമില്ലായിരുന്നു. കൺഫ്യൂഷൻ സുഹൃത്തുക്കളുടെ ജീവിതത്തിലായാലും എന്റെ ജീവിതത്തിലായാലും അത് പരിഹരിക്കാതെ എനിക്ക് ഉറക്കം കിട്ടില്ല. എന്നാ ഇത് നോക്ക്. പണ്ട് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നോ, രാധാകൃഷ്ണന്മാരെ പോലെ ചേർച്ചയുണ്ടാവണം നീയും നിന്റെ ഭാര്യയും തമ്മിലെന്ന്? ദൈവം അത് തന്നെ സാധിച്ചു തന്നു. നോക്ക്, എന്തൊരു ഐശ്വര്യം.
സോറി. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. എവിടെ പോകുന്നു? ഇത് നോക്കി തീർന്നില്ലല്ലോ. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. ദേ ഇനി ഇത് നോക്കി തീർക്കാതെ പോയാ ശരിക്കും ഞാൻ പിണങ്ങും കേട്ടോ. പിന്നെ ജീവിതത്തില് ഞാൻ മിണ്ടിയില്ലാന്ന് വരും. അല്ല മുത്തശ്ശി പിണങ്ങണ്ട, നമുക്കത് നോക്കി തീർക്കാം. ആ എന്താ മോളെ, ആൽബൊക്കെ നോക്കി കഴിഞ്ഞോ? ഇല്ലമ്മേ, വരുണും ബിജുവും മുത്തശ്ശിയും കൂടി നോക്കിക്കൊണ്ടിരിക്കുക. പിന്നെ മോളെന്തിനാ ഇങ്ങോട്ട് പോന്നേ? അത് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാൻ. വരുണിന് ചായ വേണമെന്ന് പറഞ്ഞു. എന്നാ മോള് പോയി കൂടെ ഇരുന്നു. ചായ അമ്മ ഇട്ടോണ്ട് വരാം. അയ്യോ വേണ്ടമ്മേ, എന്നോട് ഇട്ടോണ്ട് ചെല്ലാനാ പറഞ്ഞിരിക്കുന്നത്. ഓ, അപ്പൊ ചായയുടെ കാര്യത്തിലും വീതം വെപ്പൊക്കെ തുടങ്ങിയല്ലേ? എന്നാ ഇട്ടോ. അമ്മേ, വാ മോനെ. എന്താടാ? ഏയ് ഒന്നുമില്ല, ഞാനേ ഇയാളിവിടെ ഉണ്ടോന്ന് നോക്കായിരുന്നു. ആ, മോള് നിനക്ക് ചായ ഇടാൻ പോവാ. അല്ല, എനിക്ക് ഈ നേരത്ത് ചായ ശീലമൊന്നുമില്ലല്ലോ. ആ, അതുകൊള്ളാം. ചായ വേണോന്നും അത് പ്രിയങ്കയുടെ കൈകൊണ്ട് തന്നെ ഇടണമെന്നും നീയല്ലേ പറഞ്ഞത്? മോളെന്നോട് പറഞ്ഞല്ലോ. അങ്ങനെ പറഞ്ഞോ? ആ, പിന്നെ പ്രിയങ്ക മോളോട് രഹസ്യം പറയുന്നത് സൂക്ഷിച്ചു വേണം. എന്തുണ്ടെങ്കിലും അവൾ എന്നോട് പറയും. ആ, ഇനി രണ്ടാൾ കൂടി ചായ ഇടോ കുടിക്കോ എന്താന്ന് വെച്ചാ അയക്കും. ഞാൻ പോവാ. അമ്മേ, നിക്ക്. എന്താടാ ഇത്? അതെ, ഇതൊക്കെ എനിക്ക് മനസ്സിലാവുന്ന കാര്യമുള്ളൂ. ഇതിന്റെ കാര്യം അമ്മേ, ഒന്ന് പോടാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.